റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്നേഹമില്ല. ബിക്കോസ് another side or other side of the coin called respect is love. നമുക്ക് അച്ഛനോടും അമ്മയോടും തോന്നുന്ന റെസ്പെക്റ്റാണ് അത് സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് ടീച്ചേഴ്സിനോടുള്ള റെസ്പെക്റ്റാണ്, അവർ നമുക്ക് തന്ന വിദ്യയ്ക്കുള്ള ആദരവാണ് അത് സ്നേഹമായിട്ട് മാറുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മളെ പാർട്ട്ണറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, ഒരു വസ്തുവായിട്ട് കാണുന്ന ഒരാൾക്കും സ്നേഹിക്കാൻ പറ്റില്ല. എവിടെയെല്ലാം മാരേജ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, എവിടെയെല്ലാം റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ചേട്ടനും അനിയനും തമ്മിൽ പ്രോപ്പർട്ടി മിസ്റ്റേക്സ് ഡിസ്പ്യൂട്ട്സ് വരുന്നു, അവിടെയൊന്നും റെസ്പെക്റ്റ് ഇല്ല. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് അച്ഛൻ്റെ സഹോദരന്മാർ റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വേർച്യൂ ആണ് എൻ്റെ മനസ്സിനകത്ത് അച്ഛൻ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുക, ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ദേ ആർ ഡൂയിങ് ഗുഡ് ഫോർ യു. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പം അതുപോലെ തന്നെ ഈ അപ്പ എന്ന് വിളിക്കുന്ന കാര്യം പറഞ്ഞു, ഒരു റെസ്പെക്റ്റ് ആണ്. ആ ഒരു പേരിന് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ 2021 ഒക്ടോബർ 7 തീയതി ഞാനൊരു ക്ലാസ് എടുക്കുമ്പം എനിക്കുണ്ടായ ഒരു ലോസ്. അപ്പോൾ ആ ലോസും ഷോക്കും അതെല്ലാം അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന 4 കുട്ടികൾ എന്നെ അപ്പ എന്ന് വിളിച്ചു. അതിൽ ഒരു കുട്ടി എന്നെ കുറേ കാലം അപ്പ എന്ന് വിളിച്ചു. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എൻ്റെ മകൾ എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയാണ്. എൻ്റെ വൺ ഓഫ് ദി ബ്രൈറ്റ് സ്റ്റുഡൻസ്. റേഡിയോ ചോക്ക് ആവണമെന്ന് ആഗ്രഹിച്ചു. ഐ റിയലി റെസ്പെക്ട് ദാറ്റ്. ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞപ്പം എനിക്കെല്ലാം തനിയെ പറ്റും എന്ന് തോന്നിയ സമയത്ത് എവിടെയോ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പ്രോബബ്ലി അപ്പാന്ന് വിളിക്കാതെയായി ആൻഡ് മൂവ് ഓൺ. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ എവിടെയെല്ലാവോ തപ്പിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മകളുടെ കൂടെ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് വളരെ മോശമായിട്ട്, അതായത് മകളുടെ പെർമിഷൻ വാങ്ങിച്ചില്ല, അഹങ്കാരിയായ കൃഷ്ണനൊക്കെ എന്തോ പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ അടുത്ത് അത് നിർത്താൻ പറയണം എന്ന് ഇന്ന് എന്നെ വിളിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നത്, അതൊന്ന് നിർത്താൻ പറയണം. ഞാൻ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയയുടെ വാ മൂടി കെട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് ഞാനെന്നല്ല, ശശി തരൂരെന്നല്ല, ഇനിയിപ്പോൾ മദർ തെരേസ ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാം. എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പോലെ എന്ന് പറയുന്ന ആ സാധനത്തിനേക്കാൾ അച്ഛനെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പ എന്ന് വിളിച്ച ആ ഒരു പേരിൽ നിന്നും എൻ്റെ മക്കൾ എന്നെ അപ്പ എന്ന് വിളിക്കുമ്പം അവിടെ അച്ഛനെ പോലെയല്ല, എനിക്കെൻ്റെ അപ്പയാണ് എന്ന് ദേവ പറയുമ്പോൾ, മോൻ പറയുമ്പോഴോ അല്ലെങ്കിൽ കഴിച്ചോ അപ്പ എന്ന് എൻ്റെ മോൾ എന്നോട് ചോദിക്കുമ്പോഴോ ഐ ടേക്ക് പ്രൈഡ് ഇൻ ദാറ്റ് മൊമെൻറ്റ്. അത് എനിക്കുള്ള അഭിമാനമാണ്. അത് സ്വകാര്യ അഹങ്കാരമെന്നോ അഭിമാനമെന്നോ എന്തും പറയാം. അത് എനിക്ക് കുഞ്ഞുമോൾ തന്നൊരു റെസ്പെക്റ്റാണ്. ആ റെസ്പെക്റ്റിൻ്റെ പേരാണ് സ്നേഹം. ആൻഡ് ഐ ഡു റെസ്പെക്ട് ഹർ. ദിവ്യ, ഇതൊക്കെ പറയുന്ന ഒരു ക്രിസ് ഉണ്ട്. ഈ ക്രിസിന് ഇപ്പോൾ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, അഡ്വക്കേറ്റ് ആണ്, പഠിക്കാത്ത പരിപാടികളില്ല, എൻജിനീയറിങ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഓരോ വിഷയങ്ങൾ പഠിച്ചതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ ഉണ്ടാവും സംസാരത്തിൽ. പക്ഷേ എങ്കിലും ഇതൊന്നും പ്രൊഫൈൽ നോക്കി കണ്ടുപിടിച്ചിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവും. ആദ്യം ആകർഷിച്ച ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണോ? അതെ, തീർച്ചയായിട്ടും. അത് ഏട്ടൻ സംസാര രീതിയില്ലേ, അതെ, ഇതിലും ഇത് ഇപ്പം കുറച്ച് സ്പീഡ് ഉണ്ട്. അപ്പൊ അന്ന് ഇങ്ങനെ ഒഴുകി ഉള്ളൊരു വർത്താനം, കുഞ്ഞേന്ന് വിളിച്ചിട്ടുള്ള എല്ലാവരെയും മക്കളായിട്ടാണ് കുഞ്ഞേന്ന് തന്നെയാണ് എല്ലാവരെയും വിളിക്കുക. അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ, പക്ഷെ നമുക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നും. അത് പ്രേമമല്ല, അതല്ല, എന്തോ ഒരു ഇഷ്ടം തോന്നും. അപ്പം നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കണം, ആ വ്യക്തിനെ കുറിച്ച് അറിയണം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി, നമ്മൾ മൊത്തം റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഏട്ടനെ കുറിച്ച് അറിയണമെന്ന് സൗമിച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ സൗമിച്ചോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഏട്ടനെക്കുറിച്ച് കുറച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ പറഞ്ഞു ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലെ കാര്യം പറഞ്ഞില്ല. അപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോഴെനിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ അതെങ്ങനെയോ എന്തോ അറിഞ്ഞ മാതിരി എൻ്റെ അടുത്ത് ഇങ്ങനെ സൗമ്യ ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ പ്രപ്പോസൽ വന്ന് ചോദിച്ചത്, ദിവ്യക്ക് ഹസ്ബൻഡ് ഇല്ലല്ലോ, ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, ഏട്ടൻ്റെ ഭാര്യയായിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ ആകെ ഷോക്ക് അടിച്ചു. അയ്യോ ഭഗവാനെ, 18ാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയ ഞാൻ വിദ്യാഭ്യാസം മൊത്തം. ഈ ഒളിച്ചോടി എന്ന വാക്ക് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചതല്ല, അങ്ങനെയല്ല ഇഷ്ടപ്രകാരം സാഹചര്യങ്ങളല്ല അങ്ങനെ അല്ല, ആ വാക്ക് അല്ലെങ്കിൽ കൂടിയും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്ന് വിചാരിച്ചു. അതിലൊരാളാണ് ഞാൻ.
ഓ ഇഷ്ടപ്രകാരം എന്ന് പറയാൻ പറ്റൂലേ, പൂർണ്ണ ഇഷ്ടം. ഓ. നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളും അവസ്ഥകളും ആയിരിക്കാം ഒരു പെണ്ണിനെ മറ്റൊരു ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒളിച്ചോട്ടം തന്നെ അറിഞ്ഞു അത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടം ആയിരുന്നു. ഒരു എസ്കേപ്പേഡ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ഓ ഈ എസ്കേപ്പേഡ് എന്ന് പറയുന്നതിന് ഏറ്റവും മോശമായിട്ടുള്ള എസ്കേപ്പാണ് സൂയിസൈഡ്. ഒറ്റപ്പെടലുള്ള പല ആൾക്കാർക്കും തോന്നുന്ന, ഇപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ട് പല അവയർനെസ് ആൾക്കാർ നടത്താറുണ്ട്. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ട് ഞങ്ങളും അതെല്ലാം ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരാളെ വിളിച്ച് സംസാരിക്കൂ, ജസ്റ്റ് ടോക്ക് ടു എ പേഴ്സൺ, കൗൺസിലർ വേണമെന്നില്ല, ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കൂ എന്നെല്ലാം ബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ട്രൈ. ആ ഒറ്റപ്പെടലിൽ നിന്ന് ഒരു എസ്കേപ്പേഡ് അതായിരിക്കാം അന്ന്. അല്ല അതെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചു വരുന്ന ഇതെല്ലാം നമ്മളിപ്പം മറ്റുള്ളവർ കുറച്ച് വാഗ്ദാനങ്ങൾ, ഒരു പെണ്ണിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, വാഗ്ദാനത്തിൽ വേഗം വീണ് പോകുന്ന എന്താ നമ്മളെ സാഹചര്യം തന്നെയാണ്. അത് അങ്ങനെയാണ് ഞാൻ ആ വിളിച്ചോട് തന്നെയാണ് അറിയാണ്ട് ഞാൻ പോയത് തന്നെയല്ലേ, വിളിച്ചോടി പോയത് തന്നെയല്ലേ, ഒരു സമ്മതത്തോടുകൂടി പോയതൊന്നും അല്ലല്ലോ. ആ വാഗ്ദാനത്തിൽ ഞാൻ വീണു. പക്ഷെ ഈ കല്യാണത്തിന് വന്നപ്പോൾ നമ്മൾ സമ്മതം വാങ്ങിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് കാരണം അതിനനുഭവിച്ച ഒറ്റപ്പെടൽ തന്നെയാണ് അത്. ഇനി എനിക്ക് ഒറ്റപ്പെടാൻ പറ്റൂല. ഇനി ഒറ്റപ്പെടുന്നത് അങ്ങേക്ക് പോയ മാത്രം. സത്യം ഞാൻ അങ്ങനെ ചിന്തിച്ച് ഒരുപാട് നാൾ ചിന്തിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ ഏട്ടനെ പരിചയപ്പെടുന്നതിന് 3 മാസം മുമ്പേ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കരഞ്ഞ് ഞാൻ അത്രയും ഞാൻ വിഷമിച്ചിരുന്ന ദിവസങ്ങളുണ്ട്. മരിക്കാൻ വേണ്ടി ഞാൻ സാരി കെട്ടിയിട്ടുണ്ട് മക്കളെ ഞാൻ വിട്ടിട്ട്. അപ്പോഴും ഞാൻ ബെഡിന് മുകളിൽ കയറി വെക്കുമ്പോഴും ഞാൻ എൻ്റെ ഇളയ കുഞ്ഞിനെ ഞാൻ ഓർത്തു. അവൻ 1.25 വയസ്സാകുമ്പോഴാണ് ഞാൻ വരുന്നത്. പിന്നെ മോള്, ഭാവി എന്തിക്കോ എനിക്കറിയാം. അവർ എൻ്റെ കൂടെ ആണെങ്കിൽ സേഫാണ്, എനിക്കറിയാവൻ. അപ്പോഴും ഞാനത് പിന്നെയും വിട്ടു. അപ്പോൾ എല്ലാവരും ഈ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്തിക്കേണ്ടി വന്നത്. പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കൈമുറിച്ചിട്ടുണ്ട്, ഞാൻ ഗുളിക കഴിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ജീവിക്കണം, മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു ലൈഫ് വരുന്നുണ്ട് എന്ന് ദൈവം എൻ്റെ തലയിൽ വരച്ചത് കൊണ്ടാവാം ഞാൻ ഇപ്പോഴും ഇന്നിങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടുവിൽ എനിക്ക് ഇതൊക്കെ എൻ്റെ സ്വപ്നമാണ്, ഇതൊക്കെ എൻ്റെ സ്വപ്നമാണ്, അതൊക്കെ യാഥാർത്ഥ്യമാക്കി തന്നു. സത്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു രജിസ്റ്റർ ചെയ്തിട്ടില്ല, രേഖകളില്ല, ഒന്നുമില്ല, 2 കുട്ടികളും മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ വീട്ടുകാരറിയണം, 4 ആളറിയാം എനിക്ക് താലി കെട്ടിയിട്ട് ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയണം. മക്കൾ സേഫ് ആവണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മക്കൾ സേഫ് ആവണം. നമ്മളെ ലൈഫ് ഏകദേശം അറിയില്ല, ഇത്രയും 40 വയസ്സ് വരെ ജീവിച്ചു. ഇനി എനിക്ക് ദൈവം 40 വയസ്സ് വരെ തരുമോ? ഇന്ന് എത്തപ്പോൾ തന്നു അല്ലേ. ഇനി ഒരിക്കലും എനിക്ക് 40 വയസ്സ് തരൂലല്ലോ ദൈവം, തരില്ല, ഒരിക്കലും തരില്ല. എന്ത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ, ദിവ്യ പറഞ്ഞ ഒരു സെന്റൻസ് കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ നഷ്ടപ്പെട്ട 12 വർഷങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കണം, ഇനി മുമ്പോട്ട് ജീവിക്കണം എന്ന് പറയുന്ന, ജീവിതം എന്ന് പറയുമ്പോൾ കോട്ടിങ്സ് ആണ്, ജീവിക്കണം എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. അത് ഭയങ്കര കാച്ചിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ജീവിക്കണം, അത് ശരിയല്ലേ. എനിക്ക് അത്രയും 14 വർഷം മാത്രമല്ല, ഇപ്പൊ 8 വർഷം ദിവസം, ഇത്രയും വർഷങ്ങളാണ് എൻ്റെ പോയത്.